രണ്ടിടങ്ങളിൽ ഇപ്പോഴും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇത് മധ്യ കേരളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വടക്കൻ കേരളത്തിലേക്ക് കൂടി ഒന്ന് പോകണം. അവിടെ കോഴിക്കോടും കനത്ത മഴയാണ്, മലപ്പുറം ഭാഗത്തുമൊക്കെ നല്ല മഴയുണ്ട്. എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന് കൂടി നമുക്കൊന്ന് ചോദിക്കാം. നമുക്കിപ്പോൾ മുബഷീറുണ്ട്. മുബഷീർ ഇപ്പോൾ എവിടെയാണുള്ളത്? മലപ്പുറത്ത് ഇപ്പോൾ മഴയുടെ അവസ്ഥ എന്താണ്? പലയിടങ്ങളിലും പ്രളയ സമാനമായ സാഹചര്യമാണോ? മലപ്പുറം ജില്ലയിൽ തീരദേശ മലയോര നഗര മേഖല വ്യത്യാസമില്ലാതെ ശക്തമായുള്ള മഴ തുടരുകയാണ്. ഡോക്ടർ അരുൺകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം നഗരത്തിനടുത്ത് കോഡൂർ പഞ്ചായത്തിലെ വടക്കേ മണ്ണഭാഗത്താണ്. സംസ്ഥാന പാതയിലാണ് ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടി മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മലപ്പുറം കോട്ടക്കൽ പാതയാണ്. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയിലാണ് 4 മണിയോടുകൂടി മണ്ണിടിച്ചിലുണ്ടായത്. ഗതാഗതം പൂർണ്ണമായിട്ടും ഇവിടെ തടസ്സപ്പെട്ടിരിക്കുന്നു. വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഈ ഭാഗത്ത് നിന്നും റോഡിലോട്ട് മണ്ണ് അടർന്നു വീഴുകയായിരുന്നു. ഇപ്പോൾ JCB-കളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ണ് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന പാതയായതുകൊണ്ട് തന്നെ ഗതാഗതം മറ്റു ഭാഗങ്ങളിലൂടെയാണ് ഇപ്പോൾ കടത്തിവിട്ടിരിക്കുന്നത്. മണിക്കൂറുകൾ വേണ്ടിവരും ഇത് പുനഃസ്ഥാപിക്കാൻ എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. വലിയ പ്രയാസകരമായിട്ടുള്ളൊരു ജോലി തന്നെയായി ഇത് മാറുന്നു എന്നുള്ളതാണ്. ജില്ലയിൽ പുലർച്ചെ മുതൽ ആരംഭിച്ച മഴയാണ്, അത് ശക്തമായി തന്നെ തുടരുകയാണ്. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് മുകൾ നിലയിലുണ്ടായിരുന്ന ചില തെങ്ങുകളൊക്കെ തന്നെ അപകട ഭീഷണിയിലുണ്ടായിരുന്നു. അത് വീണ്ടും മണ്ണിടിഞ്ഞ് താഴോട്ട് വീഴാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ അവ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ആ നിലയിൽ തന്നെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എത്ര സമയമെടുക്കുന്നത് ശരിയാക്കാന്ന് തോന്നുന്നത്? ഏകദേശം 1 മണിക്കൂർ കൊണ്ട് ഫുള്ള് ക്ലിയർ ആവേണ്ടതാണ്. 1 മണിക്കൂർ കൊണ്ട് ക്ലിയർ ആവും. മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടായിരുന്ന സ്ഥലമാണോ? അല്ല മണ്ണിടിച്ചിൽ ഭീഷണിയില്ല. എന്തോ ഒരു 3 മണി 4 മണിന്റെ ഉള്ളിൽ എന്തോ ഒരു 3 മണി 4 മണിന്റെ ഉള്ളിൽ പല സ്ഥലത്തും കോടൂർ പഞ്ചായത്തിന്റെ പല സ്ഥലത്തും ഇതുപോലെ ഇടിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടുത്തെ സംഭവിക്കുന്ന അതേ സമയത്ത് തന്നെ ഇവിടെ തൊട്ടപ്പുറത്തൊരു വീടിന്റെ പിറകിൽ ഇടിഞ്ഞിട്ടുണ്ട്. അതുപോലെ പാലക്കാട് ആളുകളെ ഈ ഭാഗത്തുള്ള കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഏത് മേഖലയിലൂടെ ഗതാഗതം തിരിച്ചുവിട്ടുള്ളത്? ഇപ്പോൾ ഒതുക്കുങ്ങയിൽ നിന്ന് അങ്ങോട്ട് പാണക്കാട് വഴി അങ്ങനെ പോവാം. ചെറിയ വണ്ടികൾക്കൊക്കെ മങ്ങാട്ടുപലം റൂട്ടിൽ അങ്ങനെ മലപ്പുറത്തേക്ക് പോവാം. ആ രീതിയിലാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട പാതയായതുകൊണ്ട് തന്നെ അത് വളരെയധികം ഗതാഗതത്തെ നേരിടുന്നുണ്ട്. 4 മണിയോടുകൂടിയാണ് 4:30 മണിക്ക് വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മറ്റുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആർക്കും. ഇവിടെ ഈ ബിൽഡിങ്ങിൽ കിടക്കുന്ന ആളുകൾ എന്ത് ഭൂമി വിൽക്കാച്ചിട്ട് ഇറങ്ങി ഓടി വന്നപ്പോഴാണ് കണ്ടത്. അവിടെ മരം എന്തൊക്കെ എടുത്ത് മാറ്റിനടി കൂടെ രണ്ടാമത് അവിടുത്തെ കുറച്ച് ഭാഗത്തുള്ള മണ്ണ് കൂടി ഇടിഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് മാറി നിന്നാണ് എല്ലാവരും. നജീബ്, ആ ദൃശ്യങ്ങളൊന്ന് കാണിക്കാം. ഇപ്പോഴും വലിയ അപകട ഭീഷണി ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഡോക്ടർ അരുൺകുമാർ. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നടപടികൾ ആരംഭിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ട് തൊട്ടടുത്ത് ജനവാസ മേഖലയാണ്, ജനങ്ങൾ താമസിക്കുന്ന മേഖലയാണ്. ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ കൂടി ഷഹദിലേക്ക് കൂടി ഒന്ന് പോയി വരാം. എന്തായാലും ദേശീയപാതയിലേക്ക് റോഡിലേക്കൊക്കെ മണ്ണിടിഞ്ഞ് വീഴുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിവിധ ഇടങ്ങളിലുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം.